ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ഇവിടുത്തെ വിനോദങ്ങളോ ആഘോഷങ്ങളോ സന്തോഷങ്ങളോ സമ്പത്തോ ഒന്നുമല്ല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അല്ലാഹുവിനേക്കാളും പ്രിയങ്കരമായി നമുക്കൊന്നുമില്ല. പടച്ചോൻ പിണങ്ങരുത്, പടച്ചോൻ നമ്മളെടുത്ത് തെറ്റരുത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്ന് എന്നിൽ നിന്നുണ്ടാവരുത് എന്നതാണ് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അവിടെ നമ്മൾ മറ്റുള്ള ആരെയും നമ്മൾ വകവെക്കൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തീരുമാനമാണ് ഏറ്റവും പ്രധാനം. നമ്മളൊക്കെ പലതും ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നു, പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നു. ആവർത്തിച്ചു വരുന്നത് എന്തുകൊണ്ട് എന്നതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താണ്? ഒരു ശക്തമായ തീരുമാനമല്ല. എൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യില്ലെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു തീരുമാനം വേണം. രണ്ടാമത്, ആ തെറ്റുകളിലേക്ക് വീണ്ടും വീണ്ടും നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെയാണ് എന്ത് നിർത്തിവെച്ച തെറ്റിനും വീണ്ടും വീണ്ടും പ്രചോദനങ്ങൾ ലഭിക്കും. ആ പ്രചോദനങ്ങൾ ലഭിക്കുമ്പോൾ പിടിച്ചു നിൽക്കാതെ നമ്മൾ തിരിച്ചു പോകും. മൂന്നാമത്തൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്കൊന്നും പറ്റൂല, ഞാൻ എന്തായാലും എനിക്കൊരു വഴികേടും വരില്ല, ഞാൻ എവിടെ ജീവിച്ചാലും ഞാൻ അങ്ങനെ പോകും എന്നൊക്കെ നമ്മൾ വലിയ വർത്തമാനങ്ങൾ പറയും. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും പതറിപ്പോകുന്നു എന്നതാണ് ഒരു വസ്തുത. ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും നമ്മളുടെ തീരുമാനങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ഗഫ്ലത്ത്, അശ്രദ്ധ, എന്തൊക്കെ നടക്കുന്നു നോക്കും നിങ്ങൾ. ഇനിയിപ്പോൾ നമ്മളെ ഏറ്റവും അതേ പ്രായക്കാരനോ അതേ സാഹചര്യത്തിൽ ഒരാളോ മരിച്ചാൽ പോലും തൽക്കാലം ആ മരണവാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ആലോചിക്കും എന്നതിൽ കവിഞ്ഞ സുഹൃത്തുക്കളെ, ഇതേ ഒരവസ്ഥയിൽ ഞാനും വന്നു കിടക്കുമെന്ന് നമ്മുടെ മനസ്സിനെ പലപ്പോഴും അംഗീകരിപ്പിക്കാൻ പറ്റും. അതാണ് ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ, അശ്രദ്ധ എന്ന് പറഞ്ഞാൽ. എന്ത് കണ്ടാലും എന്തനുഭവിച്ചാലും എന്തെന്നെ വന്നാലും ജീവിതത്തിൽ എന്താണ് അശ്രദ്ധയിൽ നിന്ന് ഉണരാത്ത അവസ്ഥ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ജീവിത സാഹചര്യങ്ങളും ഏത് അവസ്ഥകളിലും നമുക്ക് സാധിക്കാതെ വരുന്നത്. അതുകൊണ്ടാണെന്നാണ്.